നമസ്കാരം. PFI എന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന തീവ്രവാദ സംഘടനയെ ഇന്ത്യയിൽ 2022 കേന്ദ്ര സർക്കാർ നിരോധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പല നേതാക്കളും അറസ്റ്റ് ചെയ്തിരുന്നു. കാരണം PFI രാജ്യത്ത് തീവ്രവാദത്തെ കൊണ്ടുവരുന്നു എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം PFI നിരോധിച്ചത്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഈ അബൂബക്കർ. ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? സാഹിത്യ അക്കാദമി ചെയർമാൻ K. സച്ചിദാനന്ദൻ ഉൾപ്പെടെയുള്ള കുറെ സാംസ്കാരിക നായകന്മാർ എന്ന ലേബലിൽ ഇരിക്കുന്ന കുറെ എണ്ണം ആ ചെയർമാൻ സ്ഥാനം നൽകിയ പിണറായി സർക്കാർ ഒന്നും തന്നെ മൂന്നാമത് അധികാരത്തിൽ എത്തണമെന്നൊന്നും ഈ സാംസ്കാരിക നായകന്മാർക്ക് ഒരു ചിന്തയുമില്ല. അത് നല്ല കാര്യം. കാരണം പിണറായി വിജയൻ മൂന്നാമതും അധികാരത്തിൽ വരരുത് എന്നാണ് കേരളത്തിലെ കൊച്ചു കുട്ടികൾ വരെ ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. പക്ഷേ പോപ്പുലർ ഫ്രണ്ട് മുൻ ചെയർമാൻ ഈ അബൂബക്കറിന് ജാമ്യം അനുവദിച്ചേ തീരൂ എന്നാണ് ഈ സാംസ്കാരിക നായകന്മാർ ഇപ്പോൾ പറയുന്നത്. ആരോഗ്യനില വഷളായി ഈ അബൂബക്കറിന് ജാമ്യം നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഒപ്പുവെച്ച സാംസ്കാരിക നായകന്മാരിൽ ആദ്യത്തെ പേരാണ് K. സച്ചിദാനന്ദൻ. കൂടാതെ NP ചേക്കുട്ടി, പ്രൊഫസർ J. ദേവിക, ജമാൽ കൊച്ചങ്ങാടി, KK ബാബുരാജ്, KS ഹരിഹരൻ, ഡോക്ടർ PK പോക്കർ, N. സുബ്രഹ്മണ്യൻ, ദാമോദർ പ്രസാദ്, ഡോക്ടർ MP നിസാമുദ്ദീൻ, ഹമീദ് വാണിയമ്പലം, അഡ്വക്കേറ്റ് PA ഷൈന തുടങ്ങിയ നിരവധി പേര് ഒപ്പുവെച്ചിട്ടുണ്ട്. അന്നനാളത്തിലെ അർബുദ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ദീർഘകാലം വിശ്രമത്തിലായിരുന്നപ്പോഴാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത്. 74-കാരനായ അബൂബക്കർ പാർക്കിൻസൺസ് രോഗബാധിതനാണ്. ജയിലിൽ വേണ്ടത്ര ചികിത്സ ലഭിക്കാത്തതിനാൽ രോഗം മൂർച്ഛിച്ചു എന്നാണ് പറയുന്നത്. പ്രായം കൊണ്ടും രോഗം കൊണ്ടും കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന അബൂബക്കർ ഈ രീതിയിൽ ആശുപത്രിയിൽ തുടർന്നാൽ അത് അദ്ദേഹത്തിന്റെ ജീവന് തന്നെ ഭീഷണിയായി മാറുമെന്നാണ് സാംസ്കാരിക നായകന്മാർക്ക് ടെൻഷൻ. ഇങ്ങനെ പോകുന്നു സാംസ്കാരിക നായകന്മാരുടെ കത്ത്. അവർ കേന്ദ്രത്തിന് അയച്ച കത്തിലാണ് പറയുന്നത്. കഴിഞ്ഞ 4 കൊല്ലത്തോളമായി തിഹാർ ജയിലിൽ കഴിയുകയാണ് അബൂബക്കർ എന്ന തീവ്രവാദി. ഇദ്ദേഹം പോപ്പുലർ ഫ്രണ്ട് ചെയർമാൻ ആയിരുന്നപ്പോഴാണ് തൊടുപുഴയിൽ പ്രൊഫസറായിരുന്ന ജോസഫ് മാഷിയുടെ കൈ ഉളി ഉപയോഗിച്ച് കൈപ്പത്തി വെട്ടി മാറ്റുന്നത്. അത് കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. അപ്പോൾ ഇതുപോലത്തെ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾക്ക് കൊട പിടിക്കാനും അവരെ ജാമ്യത്തിൽ ഇറക്കാനും ഒരുപാട് സാംസ്കാരിക നായകന്മാർ ഉണ്ടാവും. കാരണം ഉണ്ട ചോറിന് നന്ദി കാണിക്കണമല്ലോ. ഓരോ വർഷവും വഴിമുക്കിൽ 4 കസേര കൂട്ടിയിട്ട് ഈ സാംസ്കാരിക നായകന്മാരെ വിളിച്ചിരുത്തിക്കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ പണം ഇവരുടെ അക്കൗണ്ടിലേക്ക് തിരികെ കയറ്റുമ്പോൾ ഇതുപോലത്തെ പോപ്പുലർ ഫ്രണ്ട് ജിഹാദികളും സുഡാപ്പികളും ഒക്കെ ഇവരുടെയൊക്കെ കാലം നക്കിയില്ലെങ്കിലേ ഈ സാംസ്കാരിക നായകന്മാർ എന്ന ലേബലിൽ ഇരിക്കുന്ന ഇതുപോലത്തെ ആളുകൾക്ക് ഇവരെങ്കിലും ഒക്കെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി 4 അക്ഷരം പറഞ്ഞില്ലെങ്കിൽ ഇവരുടെയൊക്കെ അന്നം മുട്ടിപ്പോവും. കാരണം ജിഹാദികളിൽ നിന്നും സുഡാപ്പികളിൽ നിന്നും അടക്കം ഇവരുടെ അക്കൗണ്ടിലേക്ക് വരുന്ന പണങ്ങൾ അത് നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഈ സാംസ്കാരിക നായകന്മാരുടെ ലേബലിൽ ഇരിക്കുന്ന ഈ അപ്പൂപ്പന്മാർക്കൊക്കെ പിന്നെ ജോലിക്ക് ഇറങ്ങേണ്ടി വരും, ദേഹം അനങ്ങേണ്ടി വരും, ഒരു തുള്ളി വിയർപ്പ് ശരീരത്തിൽ നിന്നും ഒഴിക്കേണ്ടി വരും. അങ്ങനെ പാടില്ല. അതുകൊണ്ടാണ് ഇവർ ഈ സാംസ്കാരിക നായകന്മാർ എന്ന ലേബലിൽ ഇരിക്കുന്നവർ ഈ ജിഹാദികളെയും സുഡാപ്പികളെയും ഒക്കെ പിന്താങ്ങി നടക്കുന്നത്.